നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ 75-ാം പിറന്നാളായിരുന്നു ഇന്നലെ. യഥാർത്ഥത്തിൽ പറയട്ടെ, അദ്ദേഹം ഒരു 10 വർഷം കൂടെ ഇന്ത്യ ഭരിക്കണം എന്നാണ് എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരുടെയും അതുപോലെ സാധാരണ ജനങ്ങളുടെയും അഭിപ്രായം. കേരളത്തിലുള്ളവർ പൊതുവെ അദ്ദേഹത്തിനെതിരാണ്, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ അദ്ദേഹത്തിന് അനുകൂലവുമാണ്. എന്താണ് കാര്യം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യം അധപതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നമ്മുടെ രാഷ്ട്രം വിഭജിക്കപ്പെട്ടു, 2 രാജ്യങ്ങളായിട്ട് മാറി ആ സമയം തന്നെ. അതുപോലെ തന്നെ ഗാന്ധിജി വധിക്കപ്പെട്ടു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇന്ന് ഇന്ത്യ എന്നത് ലോകത്തിൽ അറിയപ്പെടുന്നത് മോദിജി വന്നതിന് ശേഷമാണ്. അതുവരെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഭരിച്ചു, എന്നിട്ടും ഇന്ത്യയെ അവർ അവഗണിച്ചിരുന്നു. വികസിത രാജ്യം, പുവർ കൺട്രി, അവിടെ വിദ്യാഭ്യാസമില്ല, അനാചാരങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് താഴ്ത്തിയിട്ടൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി നോക്കൂ, അവിടുത്തെ റോഡുകൾ എങ്ങനെയാണെന്ന്, അവിടുത്തെ വികസനം എങ്ങനെയാണെന്ന്. നിങ്ങൾ പറയുമായിരിക്കും കോർപ്പറേറ്റ്സിന് വിറ്റു എന്നൊക്കെ. പക്ഷേ ഒരു ആവശ്യം വരുമ്പോൾ, വ്യവസായത്തിന് ആവശ്യം വരുമ്പോൾ കോർപ്പറേറ്റ്സിന് സഹായം തേടുന്നതിന് ഒരു കുഴപ്പവുമില്ല. കാരണം അവർ കൂടെ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യം വികസിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അദാനിയുടെ മോദി അല്ലെങ്കിൽ അംബാനിയുടെ മോദി എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിന് പകരം, സമുദ്രം പോലും തീറെഴുതി കൊടുത്തല്ലോ എന്നൊക്കെ പറയുന്നതിന് പകരം വികസനം നിങ്ങൾ കാണൂ. ഇവിടെ കുട്ടികളെ സംരക്ഷിക്കണം, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. ആരെങ്കിലും പലരും ഇത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ കൊണ്ടുവന്നതാരാണ്? അതുപോലെ ഒരു വ്യവസായം തുടങ്ങണം പാവപ്പെട്ടവന്, അതിന് സഹായം കൊടുക്കുന്നതാരാണ്? മോദിജിയുടെ സർക്കാരാണ് അല്ലേ? അത് മനസ്സിലായോ? നമ്മൾ ഒരിക്കലും വിഘടിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ വിഘടിക്കാൻ വരുന്ന ഏത് ശക്തികളെയും ഒരു ക്ഷാത്രീയ വീര്യത്തോടു കൂടി തന്നെ, ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ക്ഷാത്രീയ വീര്യത്തോടു കൂടി തന്നെ, രാജ്യത്തിൻ്റെ പ്രൊട്ടക്ടർ എന്ന വീര്യത്തോടു കൂടി തന്നെ മോദിജിയും സംഘവും നേരിടുന്നു. എന്തുകൊണ്ട്? ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം നിലനിൽക്കണം. ഇവിടെ നമുക്കറിയാം 50% കൂടുതൽ ഹിന്ദുക്കളാണ്. എന്നാലും ഹിന്ദുക്കൾക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങളൊന്നും അധികം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ഹിന്ദുവിൻ്റെ ശബ്ദം വെളിയിലേക്ക് വരുന്നത്. അധിനിവേശങ്ങളുടെ ചരിത്രമാണ് നമുക്കുള്ളത്. നമ്മൾ ചരിത്ര പാഠപുസ്തകത്തിൽ അധിനിവേശം നടത്തി വന്ന ഓരോ ആൾക്കാരുടെയും മഹത്വങ്ങൾ വിളിച്ചു പറഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ത്യക്കാർ എന്ത് ചെയ്തു, ഇന്ത്യൻ രാജാക്കന്മാർ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും അവരെ നമ്മൾ പഠിപ്പിച്ചില്ല. ക്ഷേത്രങ്ങൾ തകർത്തെറിയപ്പെട്ടു, നമ്മുടെ സംസ്കാരം തകർത്തെറിയപ്പെട്ടു, ആദിവാസികൾ ഛിന്ന ഭിന്നമായി. ഇതൊന്നും നമ്മൾ ആരെയും പഠിപ്പിച്ചില്ല അല്ലേ? പക്ഷേ ഇപ്പോൾ നോക്കൂ, ഏത് അറബ് കൺട്രിയിൽ ചെന്നാലും മോദിജിക്ക് വളരെയധികം ബഹുമാനത്തോടെ അവിടുത്തെ ഏറ്റവും ഉള്ള രാഷ്ട്രീയ തലവൻ തന്നെ സ്വീകരിച്ച് ആനയിക്കുന്നു. അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകുന്നു, അതുപോലെ തന്നെ ബഹുമതികൾ നൽകുന്നു. എന്താ? അദ്ദേഹം ഹിന്ദുവല്ലേ? ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ആദരിക്കുന്നത് എന്തുകൊണ്ട്? പിന്നെ അതുപോലെ തന്നെ യൂറോപ്പിലാണെങ്കിലും മറ്റ് ആഫ്രിക്കൻ കൺട്രീസിലാണെങ്കിലും ഒരുപോലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ എല്ലാവർക്കും സമതീയനായിട്ടുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി ഒരേ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായെങ്കിൽ അത് മോദിജി മാത്രമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്? ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം വികസിച്ചു വന്നു, ഇപ്പോൾ ഏകദേശം വികസന ഘട്ടത്തിലെത്തിത്തീർന്നു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണം. ഇന്ത്യ ഇന്ന് മുന്നിലാണ്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഒന്ന് നടുങ്ങാറുണ്ട്. ഈവൻ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് വരെ ഒരു പ്രത്യേക ശ്രദ്ധ കേൾത്തുന്നു. അപ്പോൾ ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ പറ്റില്ല. ചൈനയിൽ കൂടി ഇദ്ദേഹം സന്ദർശിച്ചു. ചൈന, റഷ്യ, ഇന്ത്യ. ഇനി എന്ത് വേണം? ഈ ത്രിമൂർത്തികൾ ചേർന്നാൽ ഈ ലോകം മുഴുവൻ പൂർണ്ണമായില്ലേ? ചൈനയെ ചതിക്കില്ല, ഇനി ചതിക്കില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കുന്ന ഓരോരുത്തർക്കും കണക്കിന് കൊടുക്കുന്നുമുണ്ട്. അത് ഇന്ന മതമെന്നോ, എല്ലാ മതക്കാർക്കും ഇവിടെ വളരെ സൗകര്യമായിട്ട് ജീവിക്കാം. ആദ്യകാലത്തൊക്കെ നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, അന്ന് നോർത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പലതിനെപ്പറ്റിയും ചിന്തകളുണ്ടായിരുന്നില്ല. അവർ ബീഫ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് പല കൊലപാതകങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല. അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കൂ. ഓരോ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ശിശുവധം കുറഞ്ഞു, വേണ്ടത്ര നടപടികളെടുത്തു. പെൺകുട്ടികളെ സംരക്ഷിക്കണമെന്നുള്ള നിലപാട് വന്നു. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ള കാര്യം വന്നു. പക്ഷെ നമ്മൾ കേരളീയർ ഇതൊന്നും അറിയുന്നില്ലല്ലോ.
നമ്മൾ കേന്ദ്രത്തിന് എപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ BJP-കാരിയൊന്നുമല്ല കേട്ടോ, അത് നേരിട്ട് പറയാം. എനിക്കൊരു രാഷ്ട്രീയമില്ല. ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്നും പറയുന്ന വാക്കുകളാണ്. അമിത്ഷാ, അതുപോലെ തന്നെ നരേന്ദ്രമോദിജി, ആദിത്യ യോഗി, ഇവരെല്ലാം അവരവരുടെ കഴിവിനനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഹിന്ദുത്വം എന്നുള്ള ഒരു ഹിന്ദുത്വം എന്ന് പറഞ്ഞൊരു മതമല്ല, ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്നല്ല പ്രവർത്തിക്കുന്നത്. അവർ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലുള്ള മുസ്ലിമും ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനിയും ഇന്ത്യയിലുള്ള ഹിന്ദുവും ഒരുപോലെ തന്നെയാണ് അവർക്ക്. ഓരോ കുട്ടിയും പിറന്നു വീഴുമ്പോൾ അത് പെൺകുട്ടിയാണെങ്കിൽ അവർ ആഹ്ലാദിക്കുന്നു. മിഷൻ സിന്ദൂർ വന്നപ്പോൾ ആരാണ് അവിടെ പോയി തകർത്തതൊക്കെ? പാകിസ്ഥാനിലെ ന്യൂക്ലിയർ കേന്ദ്രം സ്ത്രീകളാണ്. അത് ഓർക്കൂ. അപ്പോൾ സ്ത്രീ ശക്തിക്ക്, നാരീ ശക്തിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകിയ ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എവിടെയാണ്? രാഹുൽജി. അദ്ദേഹത്തിന് കാണാനില്ല. അദ്ദേഹം ഇവിടുത്തെ പ്രൊട്ടക്ഷൻ, ഇവിടുത്തെ കേന്ദ്ര മന്ത്രാലയത്തിനെ അറിയിക്കാതെ അദ്ദേഹം റോന്തു ചുറ്റുകയാണ് പല രാഷ്ട്രങ്ങളിലും. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുടെ പുറത്തായിരിക്കും കുറ്റം വരിക? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലേ? അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കാണേണ്ടി വരുമായിരിക്കും. അദ്ദേഹത്തിന് ആഹ്ലാദകരമായിട്ടുള്ള ട്രിപ്പുകൾ വേണ്ടി വരും. പക്ഷേ അറിയിക്കണ്ടേ? പ്രൊട്ടക്ഷൻ വേണ്ടേ? ഏറ്റവും അധികം പ്രൊട്ടക്ഷനുള്ള ഒരാളാണല്ലോ അദ്ദേഹം. പക്ഷേ എന്താണ് അദ്ദേഹം ആരെയും അറിയിക്കാതെ അദ്ദേഹം നാട് വിടുന്നത്? ഏതോ ഒരു സംഘം ഇന്ത്യയെ തകർക്കാനായിട്ട് മുൻകൂട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ കണ്ടെത്തി അതിനെ നശിപ്പിക്കുകയാണ് ഇനി നമ്മുടെ ആവശ്യം. ഈവൻ ഇപ്പം നോക്കൂ, നമ്മുടെ സുപ്രീം കോടതി എനിക്ക് മാപ്പ് തരട്ടെ, നമുക്ക് സുപ്രീം കോടതി പോലും പല നിയമങ്ങൾ നമ്മളൊരു വാദത്തിന് പോയാൽ അതെല്ലാം ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് അവിടെ ബാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ അവിടെയും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ജനിച്ചു പോയില്ലേ? ഒരു ഹിന്ദു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നമ്മൾ ജനിച്ചു പോയില്ലേ? അത് കുറ്റമാണോ? അവിടെയാണ് മോദിജിയും സർക്കാരും നിൽക്കുന്നത്. നിർമ്മല സീതാരാമനും മോദിജിയും ഒക്കെ നിൽക്കുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഭാരത മാതാവ്, എല്ലാ കൺട്രീസും ഷീ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവരവരുടെ രാജ്യത്തിന് പറയുന്നത്, ഇല്ലാതെ ഹീ എന്ന് പറയാറില്ല. സ്ത്രീ ശബ്ദത്തിൽ തന്നെയാണ് മിക്കവാറും രാജ്യങ്ങൾ അവരവരുടെ രാജ്യത്തിന്, നാഷനെ അഭിസംബോധന ചെയ്യുന്നത്. അത് സ്ത്രീയാണ് ശക്തി, സ്ത്രീയിലൂടെ മാത്രമേ ഒരു പുതിയ ജന്മം ഉടലെടുക്കുകയുള്ളൂ. അതറിഞ്ഞവനാണ് മോദിജി. ആ മോദിജിയെ പ്രസവിച്ച അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ പലപ്പോഴും തോന്നാറുണ്ട്. അദ്ദേഹം നീണാൾ വാഴട്ടെ, നല്ല ആരോഗ്യത്തോടുകൂടി അദ്ദേഹം ഇനിയും ഒരു 25 വർഷം ജീവിച്ചിരിക്കണം. അദ്ദേഹം ഇനിയൊരു 10 വർഷം ഭരിക്കുക കൂടെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മൾ പടികൾ ചവിട്ടി മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ നമ്മൾ ഉന്നത പദവിയിലെത്തണം. അതുപോലെ തന്നെ മോദിജി, എനിക്ക് അങ്ങയുടെ ഒരു അപേക്ഷയുണ്ട്. ആദിവാസികളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അവർക്കിടയിൽ നുഴഞ്ഞു കയറിയാണ് മാവോവാദികൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ പട്ടാളം മാവോവാദികൾ വെടിവെക്കുന്നതിനിടയിൽ ഒരിക്കലും ആദിവാസികളെ ഉപദ്രവിക്കാൻ പാടില്ല. അവരുടെ കാട്, ആ കാട്ടിലേക്ക് അവർ വിളിക്കാതെ വന്ന അതിഥികളാണ് ഈ മാവോവാദികൾ. അവർ പറഞ്ഞ് പറ്റിക്കുകയാണ്. അവർക്ക് കൊല അല്ലെങ്കിൽ വധമാണ് അവരുടെ രീതി. ഒരിക്കലും നമ്മൾ നശിപ്പിക്കുന്നതിലൂടെ ഒന്നും പോകുന്നില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങൊരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ കുറേ ആൾക്കാരെയോ വിടുക. ഈ ആദിവാസികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ഉപദേശിക്കുകയും അവരെ മാവോവാദികളിൽ നിന്ന് തിരിച്ചറിയുകയും ചെയ്യാൻ. അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വല്ലാത്ത കഷ്ടമാണ്. അവരാണ് നമ്മുടെ നാട്ടിലെ ആദ്യ ജനങ്ങൾ. അവരെ രക്ഷിക്കണം. ഒപ്പം മാവോവാദികളെ ഇല്ലായ്മ ചെയ്യുകയും വേണം. അത് മാത്രമല്ല, പുറത്തുനിന്ന് ഏത് രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് പണം ഒഴുകുന്നു എന്നതും കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട്. അത് തടയുക. ഒരു പത്രത്തിനും ഒരു വിദേശ പത്രത്തിനും അതിൻ്റെ സംഘത്തിനും നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ. അതുകൂടെ അങ്ങ് ശ്രദ്ധിക്കുക. അപ്പോൾ മോദിജി, ഞങ്ങളുടെ നാടിന് വേണ്ടി അങ്ങിനെയും വളരെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന് സ്ത്രീകൾക്ക് വേണ്ടി, കേരളത്തിലെ അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.